മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട് കേട്ടിട്ടുണ്ട്. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂലൈ 14 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ജൂലൈ 16 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കോഴിക്കോട് ജൂലൈ 17 രാവിലെ 10:30 മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 18 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പ്രൊഫറ്റിക് മെസ്സേജാണ്. പ്രൊഫറ്റിക് മെസ്സേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആരാണോ അത് ഏറ്റെടുക്കുന്നത് അത് അവരുടെ ലൈഫിൽ അത് ക്രിയ ചെയ്യാനായി തുടങ്ങും. ആ നാളുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കുടുംബങ്ങളിൽ ചലിക്കുവാനായി തുടങ്ങും. ഇന്ന് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ. നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ ദൈവിക ആലോചനകളെയും സ്വന്തമാക്കിയാട്ടെ. ഈ നാളുകളിൽ നിങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. വളരുന്ന നിലവാരം എന്ന് പറയുന്നത് നോയിങ് ആണ്, അറിയുന്ന, മനസ്സിലാക്കുന്ന നിലവാരമാണ്. വണ്ടർഫുൾ ജീസസ്. ശബ്ദഹേർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കാം, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്നപ്പോഴേ ഇതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു, ഓർമ്മയുണ്ടോ? നിങ്ങൾ രണ്ടുപേര് വരാവോ, രണ്ടുപേര് വരാവോ, ഓടി വരാവോ, ഓടി വരാവോ. ഇവന്റെ സൈസിലുള്ള ഒരാളാണെങ്കിൽ കൊള്ളാം. ഇത് 6 അടിയും 5 അടിയോ കുഴപ്പമില്ല. വാ നോക്ക, നമ്മൾ ഒരു വാതിലായിട്ട് ഒരു നിമിഷം നോക്ക. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു പറയുവാ, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഈ വാതിലിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ബി സീരിയസ്. ഈ വാതിലിലൂടെ കടക്കുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും യേശുവിലേക്ക് വന്ന് ആരെങ്കിലും ഞാൻ ഔട്ട്സൈഡറാണ്, ഞാൻ നിങ്ങളും യേശുവിലേക്ക് വന്നപ്പോ ദൈവരാജ്യത്തിനകത്തേക്കാണ് വന്നത്. ലിസൺ ടു മീ. അതുകൊണ്ട് യേശു പറഞ്ഞേ, അതുകൊണ്ട് ആദ്യം അവന്റെ രാജ്യവും നീതിയും എന്ന് പറഞ്ഞ, നിങ്ങൾ ആ രാജ്യവും നീതി എന്ന് ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടാത്തത് മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന നീതി എന്താ അതുകൂടെ മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ എവിടേക്കാ കയറിയേ? ഞാൻ യേശുവിലേക്ക് വന്നപ്പോൾ ഈ രാജ്യത്തിനകത്തേക്കാ കയറിയേ. ഈ രാജ്യവും ശ്രദ്ധിക്കേ, ഇവിടെ പ്രവർത്തിക്കുന്ന ആ രാജ്യത്തിലുള്ള നീതിയും ഞാൻ അറിയാൻ തുടങ്ങുന്നതോട് സകലതും എനിക്ക് ചേർക്കപ്പെടുവോ എന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിലേക്ക് വന്ന നിമിഷം മുതൽ സകലതും നിങ്ങൾക്ക് ഉണ്ടായേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ എവിടെ ഒരു ഇഷ്യൂ ഉണ്ടോ?
ചില ആളുകൾ പറയുന്നു വിശ്വാസത്തിൽ വന്നാൽ കഷ്ടതയാണ്. ഇവിടെ വിശ്വാസത്തിൽ വന്ന യേശു പറഞ്ഞ് സകലതും ചേർക്കപ്പെടുമെന്നോ. നിങ്ങൾ എന്താ കൈയടിക്കാത്തെ? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം തുടരുമെന്നോ. എന്താ കൈയടിക്കാത്തെ? നിന്റെ പാനപാത്രം അരക്കപ്പാകുമെന്നല്ല, കാക്കപ്പാകുമെന്നല്ല, കാവിഞ്ഞൊഴുകുമെന്നോ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു നല്ല ആമേൻ പറ. ലിറോനോ റിദോ റിദോ റസിലിക്കോനോ ജിനിയാന്തലോ. come on, come on, be serious. ഞാൻ ഈ രാജ്യത്തിലേക്ക് വന്നപ്പോ ഒന്ന് ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ രാജ്യത്തിലേക്ക് വന്നപ്പോ അന്ന് മുതൽ ഞാൻ വേറൊരു സ്ഥലത്താണ്. നിങ്ങൾ ഇവിടെയാണെങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണ്. ഇതിനകത്ത് വരുന്നയാൾ, ഇനി ഇരുന്നോടോ മോനെ, ഇരുന്നു. ഇതിനകത്ത് വരുന്നയാൾ, ഞാനത് വാചകം വായിച്ചോട്ടെ, ഭയങ്കര രസമാണ് കേട്ടോ. യേശു കർത്താവ് പറയുക, ഈ വാതിലിലൂടെ കിടക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു, അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടു. സംതിങ് സൂപ്പർ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിനകത്തേക്ക് വന്ന് പിന്നീട് അയാളെ നിയന്ത്രിക്കുന്നത് അയാളല്ല, വേറൊരാള് നിയന്ത്രിക്കുക. ഞാൻ ഈ മാർച്ചിലെയും ഏപ്രിലെയും ദൈവാലോചനകളാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് അങ്ങ് വരാമോ? ജോയിനും മുളങ്ങ് വരാമോ? മതിയിട വാ. ബി കെയർഫുൾ. നിങ്ങൾ ആ വാചകം ഒന്നും കൂടെ ഒന്ന് വായിക്കാവോ? അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആർക്കാ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നേ? കമോൺ, ആർക്കാ? അവനെ. അവിടെ എഴുതിയിരിക്കുന്ന അവൻ ആരാ? യേശുവിനെ. യേശുവിനെ എന്ത് തുറന്നു കൊടുക്കുന്നു എന്നാ? വാതിൽ തുറന്നു കൊടുക്കുന്നു. ലിസൺ ടു മീ. അപ്പോൾ എന്റെ പൊസിഷൻ എന്താ? ലിസൺ, യേശുവിനാ വാതിൽ തുറന്നു കൊടുക്കുന്നത്, ഞാൻ അവളാ. സിമ്പിളാ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പേടിയില്ല. നോക്ക, ഞാൻ അവന്റെ കൂടെയാ. എനിക്കല്ല വാതിൽ തുറന്നത്, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ടല്ല വാതിൽ തുറന്നത്, എന്റെ കൂടെ ഉള്ള ഒരുവനെ കണ്ടോണ്ടാ വാതിൽ തുറന്നത്. ഞാനൊരു വാചകം വായിക്കാം. നമ്മളിരുന്നോ, ഞാൻ ഒന്നും കൂടെ എനിക്ക് ആവശ്യമുണ്ട് നിന്നെ. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 45:1 വാക്യം. യഹോവ തന്റെ അഭിഷക്തനായ കോരോശനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവനെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും. ഇനി ശ്രദ്ധിച്ചോണം കേട്ടോ, ഇനി ശ്രദ്ധിച്ചോണം. കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. വാ 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 വാ, ഓടിയോ ഓടിയോ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്റെ വലം കൈ പിടിക്കുന്ന സെക്കൻഡിൽ നിന്റെ മുമ്പിലുള്ള വാതിലുകൾ തുറക്കുക. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. വാതിലുകൾ തുറക്കുക എന്ന് മാത്രമല്ല, പിന്നീട് വാതിൽ അടയത്തില്ല. രണ്ട് കാര്യം, അടഞ്ഞ വാതിൽ തുറക്കും, തുറന്ന വാതിൽ അടയത്തില്ല. ആർക്കും ഇനി അത് അടയ്ക്കാൻ കഴിയത്തില്ല. ദാവീദിന്റെ താക്കോലുള്ളവൻ, പാതാളത്തെയും മരണത്തെയും ജയിച്ചവൻ. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. ശ്രദ്ധിച്ച നമ്മൾ വാ നോക്ക. ഞാൻ ദൈവരാജ്യത്തിലേക്ക് വരുന്ന സെക്കൻഡിൽ ആരാ എന്റെ കൈ പിടിക്കുന്നേ? ഈ കൈ പിടിക്കുക മാത്രമല്ല, പിന്നീട് കൺട്രോൾ എന്റെ അല്ല, ഇവളുടെ അല്ല, കൺട്രോൾ എന്റെയാ എന്ന് പറഞ്ഞ കൈ പിടിച്ച ആളാ നടത്തുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറ, കൺട്രോൾ വിട്ട ദിവസമാണ് യേശുവിൽ വന്ന ദിവസം. പറ, അടുത്തിരിക്കുന്നവരോട് പറ, കൺട്രോൾ പോയ ദിവസമാണ് യേശുവിൽ വന്ന ദിവസം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം അതിനു പകരം വേറൊന്ന് കുടിക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യണം? മത്തടിക്കണം. എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ ട്രാഫിക് ഐലൻഡ് അവിടെ മുണ്ടല്ല ഊരിയിട്ട് നേരെ തലയിൽ കിട്ടി വെക്കും. അതിന്റെ കാര്യം എന്തുവാ?
എടാ തുണി ഊരി കെട്ടടേ. അവനല്ല അവനെ നിയന്ത്രിക്കുന്നത്. തലയിൽ കിടക്കുന്ന സാധനമാ. അടുത്തിരിക്കുന്നവരോട് പറ, എന്റെ കൺട്രോള് പോയി. പറ, എന്റെ കൺട്രോള് പോയി. പറ, ഒന്ന് കൈയടിച്ചുകൊണ്ട് പറഞ്ഞേ, എന്റെ കൺട്രോള് പോയി, എന്റെ കൺട്രോള് പോയി. പറ, കൺട്രോള് പോയി. ജസിനെ പറ, എന്റെ കൺട്രോള് പോയി. ഓ, കൺട്രോള് പോയി, എന്റെ കൺട്രോള് പോയി. എപ്പോഴാ കൺട്രോള് പോയെ? യേശു എപ്പോ എന്റെ കൈ പിടിച്ചോ, എന്റെ കൺട്രോള് പോയി. ആഹാ, കൺട്രോള് പോയി. പറ, ഓ, യേശു എപ്പോ എന്റെ കൈ പിടിച്ചോ, എന്റെ കൺട്രോള് പോയി. ഏഹേ, കൺട്രോള് പോയി. ആരുടെ കൺട്രോളായി? എന്റെ കൺട്രോള് പോയി. നിങ്ങൾ എന്താ അനങ്ങാൻ നിൽക്കുന്ന? ചാടി എഴുന്നേറ്റിട്ട് പറ, കൺട്രോള് പോയി, കൺട്രോള് പോയി, എന്റെ കൺട്രോള് പോയി. ഏഹേ, കൺട്രോള് പോയി. യേശു എന്റെ കൈ പിടിച്ച നാൾ മുതൽ കൺട്രോള് പോയി, എന്റെ കൺട്രോള് പോയി. That is the truth. Yes. This is the truth. Hallelujah. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ. ഈ മാർച്ച് മാസം പ്രോസ്പെരിറ്റിയുടെ മാസമാണ്. നിങ്ങൾ വിചാരിക്കും ഇതാ ഇയർ എൻഡിന്റെ കണക്കിന്റെ മാസമാ, പക്ഷെ ദിസ് ഇസ് എ മന്ത് ഓഫ് പ്രോസ്പെരിറ്റി. വിശ്വസിക്കുന്നവർക്ക് വസ്തുവകൾക്ക് അഡ്വാൻസ് കൊടുക്കാം. ഓ ഓ, ആമേൻ പറ. ഇതുവരെ ഇല്ലാത്ത വാതിലുകൾ ചിലർക്ക് തുറക്കും. ഇതുവരെ ഇല്ലാത്ത വാതിലുകൾ ചിലർക്ക് തുറക്കും. അടഞ്ഞ വാതിലുകൾ തുറക്കും. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. This is a month of open doors. This is a month of open doors. This is a month of open doors. വാതിലുകൾ തുറക്കും. കൺട്രോള് പോയി, എന്റെ കൺട്രോള് പോയി. പറ, കൺട്രോള് പോയി, എന്റെ കൺട്രോള് പോയി. ഓ, യേശു എന്നെ പിടിച്ച നാൾ കൺട്രോള് പോയി. ഓഹോ, യേശു എന്നെ പിടിച്ചപ്പോൾ കൺട്രോള് പോയി, എന്റെ കൺട്രോള് പോയി. ഇപ്പൊ കൺട്രോൾ മുഴുവൻ യേശുവിന്റെ കയ്യിലാ. ഒരു നല്ല ഹല്ലേലൂയ പറ. Are you serious? ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ. യേശു അവന്റെ കൈകളിൽ പിടിച്ച നിമിഷം മുതൽ എന്തിയേ ഇവിടെ വാടി, നിനക്ക് എന്താ ഇവിടെ പരിപാടി? വാ. യേശു അവന്റെ കൈ പിടിച്ച നാൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ കൈ പിടിച്ചതേ എന്തിനു വേണ്ടിയാണെന്നറിയോ? വാതിലുകൾ തുറക്കേണ്ടതിനെ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. ഈ പകൽ നിങ്ങളുടെ മുമ്പിൽ സ്പിരിച്വൽ മിനിസ്ട്രിയുടെ വാതിലുകൾ തുറക്കുക. പ്രവചനത്തിന്റെ വാതിലുകൾ തുറക്കുക. പ്രവചനത്തിന്റെ വാതിലുകൾ തുറക്കുക. പ്രവചനത്തിന്റെ വാതിലുകൾ തുറക്കുക. വെളിപ്പാടിന്റെ വാതിലുകൾ തുറക്കുക. ഓ, ഹീലിംഗിന്റെ വാതിലുകൾ തുറക്കുക. മിറക്കിൾസിന്റെ വാതിലുകൾ തുറക്കുക. Come on, come on, come on, come on. തുള്ളിച്ചാടി എന്നെ റിസീവ് ചെയ്തോട്ടെ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രാർത്ഥനയുടെ വാതിൽ. നിങ്ങൾ പലരും പ്രാർത്ഥനയിൽ വളർന്നു. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? ഒരു കൂട്ടം ആളുകളെ കൈവക്കുന്നേ. ഞാൻ നിങ്ങളോട് പറയും, ഇനി അത് അടയത്തില്ല. 1.5 മണിക്കൂർ 2.5 മണിക്കൂറാകും. 2.5 മണിക്കൂർ 3.5 ആകും. 3.5 5 ആകും. 5.5 10 ആകും. 10 12 ആകും. 12 24 ആകും. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു നിലവാരം സഭയിൽ എഴുന്നേൽക്കുന്നു. Come on, എഴുന്നേൽക്കുന്നു. Come on, come on, come on. അതിന്റെ അടുത്ത വാചകം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അടുത്ത വാചകം ശ്രദ്ധിക്കാമോ? തന്റെ യഹോവ തന്റെ അഭിഷക്തനായ കോരേശനോട്. ആ മലയാളം വായിച്ചാൽ നമുക്ക് അത്ര സുഖം മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷ് വേർഷൻ വായിക്കാം. That is what the Lord said to his anointed. ഓ,
അഭിഷക്തനോട് കർത്താവ് പറയുവോ, നിങ്ങളിൽ ആരെങ്കിലും ആ കാറ്റഗറിയിലുള്ളവരുണ്ടോ? ഞാൻ അഭിഷക്തനാന്ന് പറയുന്നവരുണ്ടോ? എന്റെ ദൈവം അഭിഷേകം ചെയ്തു എന്ന് പറയുന്നവരുണ്ടോ? അവനോടുള്ള ദൂത, അവനോടുള്ള ദൂത. അടുത്ത വാചകം, ജാതികളെ കീഴടക്കിയ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ വായിക്കാം. Hallelujah. Whose right hand I have held to subdue nation before him. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യാൻ പോവാ സഹോദര. ഞാൻ പ്രവചിച്ചു പറയട്ടെ, ഈ മാർച്ച്, ഈ ഏപ്രിൽ മാസങ്ങളിൽ ചിലരെ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള അഭിഷേകത്തെ ദൈവം പകരാൻ പോകുക. Receive or not, I am very serious. ഈ വർഷം ചിലരെ ഈ മാർച്ച് ഏപ്രിൽ മാസം അടുത്ത നിലവാരത്തിലേക്ക്, രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഉയരുക. വേണ്ടവർ ചാടി എന്നെ റിസീവ് ചെയ്തു. ഞാൻ ദൂത് പറയുക, രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോകുകയാണ്. രാജ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോകുകയാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. ഞാൻ ആദ്യം മിനിസ്റ്റേഴ്സിനോട് പറയട്ടെ, കൊച്ചു സെൽ ഗ്രൂപ്പ് നടത്തുന്നവർ, പ്രയർ ഗ്രൂപ്പ് നടത്തുന്നവർ, കൊച്ചു ഇവിടുത്തെ ടീം ലീഡേഴ്സ്, ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു, നിങ്ങളിൽ പലരും രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു. ഞാനൊരു ശബ്ദം കേൾക്കുക, ജീസസ് വേൾഡിൽ നിന്ന് ഏതെങ്കിലും ഒരു മിനിസ്റ്ററെ വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു സീസൺ വരുന്നു. ആരവിടെ ഉണ്ടായാലും മതി, ജോയിനെ ഉണ്ടായാലും മതി, സോളി ഉണ്ടായാലും മതി, അനീഷ് ബ്രദർ ഉണ്ടായാലും മതി, ജസ്റ്റിൻ ഉണ്ടായാലും മതി, ആരുണ്ടായാലും മതി എന്ന് പറയുന്ന ഒരു സീസൺ എഴുന്നേൽക്കുന്നു. ഇറ്റ് ഈസ് ഓൺ ദ വേ. നേഷനുകൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുന്നു. മിനിസ്റ്റേഴ്സിനോട് അടുത്ത ദൂത് പറയുക, ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾക്ക് അത്രത്തോളം ചിന്തിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങളുടെ വില്ലേജ്, നിങ്ങളുടെ ഗ്രാമം, നിങ്ങളുടെ സ്ട്രീറ്റുകൾ നിങ്ങളെ സല്യൂട്ട് ചെയ്യാൻ പോകുന്ന കാലം വരുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് അപമാനമാണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങൾ, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ, അത് നേരെ തലതിരിയാൻ തുടങ്ങുന്നു. അടുത്തൊരു തലതിരിവ് വരാൻ പോകുന്നു. കൂടെ ഉണ്ടോ നിങ്ങളൊന്ന് ഡ്രീം ചെയ്തേ. ശത്രുക്കൾ പോലും വന്ന് സ്നാനപ്പെടാൻ വേണ്ടി മുത്തുകൂട്ടുന്നു. എനിക്ക് നേരെ ചിലത് എഴുതിയതും പറയുന്നതുമായ ആളുകളെ ഞാൻ സ്നാനപ്പെടുന്നു കണ്ടു നോക്കി. ഏറ്റവും വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇറ്റ് ഈസ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. നീ ഇന്ന് കിടക്കുന്ന നിലവാരത്തിൽ ഞാൻ പ്രവചിച്ചു പറയുക, ഈ ദിവസങ്ങളിൽ നീ ആയിരിക്കത്തില്ല. മാർച്ച് ഒരു മാർച്ചിന്റെ മാസമാണ്. മാർച്ച് ഒരു മാർച്ചിന്റെ മാസമാണ്. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൈ പിടിച്ചു നടത്തുന്ന ആത്മീയ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. മച്യൂരിറ്റിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അവകാശങ്ങളെ അനുഭവിക്കാനിടയാകുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ സകല ആത്മീയ അവകാശങ്ങളും കർത്താവ് നമുക്ക് നേടിത്തന്ന സകല അവകാശങ്ങളും നിങ്ങൾ വാഴുവാനിടയായി തീരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ധന്യ എന്നാണ്. കായംകുളത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്ററിനുണ്ടായ 2 സാക്ഷ്യങ്ങൾ പറയാനാണ് ആയിരിക്കുന്നത്. സിസ്റ്റർ പറയുന്നത്, സിസ്റ്ററിന് ഇടയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന കണക്ക് വന്നിട്ട് കാഴ്ച കുറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ 3 മാസങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുവായിരുന്നു മോൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി? എങ്ങനെയായിരുന്നു പ്രയാസം? ഒരു കണ്ണിന് ഇടയ്ക്ക് കാഴ്ച മങ്ങി എന്നിട്ട് ഇരുട്ടാവും. പിന്നെ ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. മോളോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞായിരുന്നു. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇടത്തെ കണ്ണിനായിരുന്നു പ്രയാസം. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച മോള് പറയുന്ന കണ്ണിന്റെ കാഴ്ച മങ്ങിയിരിക്കുമായിരുന്നു, ഇരുട്ട് കയറുന്ന പോലെയായിരുന്നു. ഇപ്പൊ അവൾക്ക് നന്നായിട്ട് കാണാം. ഇപ്പൊ നന്നായി കാണാം. 3 മാസമായിട്ട് കറക്റ്റ് ആണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച. ആമേൻ. ഇനി ഞാൻ ഈ മോളോടൊരു ദൂതും കൂടെ പറയാം. ഇവൾക്കൊരു സ്കിൻ റിലേറ്റഡ് ആയ അലർജി ഉണ്ട്. അതും കൂടെ കർത്താവ് സൗഖ്യമാക്കുമോ? അങ്ങനെയില്ലേ?
ഇവൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൾ ഓയിൻമെൻ്റ് ഒക്കെ പരട്ടി നോക്കി, പക്ഷേ വീണ്ടും വീണ്ടും ചില സ്ഥലങ്ങളിൽ വട്ടത്തിൽ അതെ വരും. അത് എവിടെ വരുന്നെന്ന് ഞാൻ പറയുന്നില്ല, അവൾക്ക് കുറച്ച് വിഷമമുള്ള കാര്യം അല്ലേ. അതെ അതെ. അടുത്ത ആഴ്ച നമ്മൾ ആ സാക്ഷ്യം കേൾക്കാൻ പോയി ഇവൾക്കൊരു വലിയ സൗഖ്യം ഉണ്ടാകുമോ. ഇതവൾ മരുന്ന് കഴിച്ചു, സ്കിന്നിന് ഓയിൻമെന്റ് പുരട്ടി, പക്ഷെ ആ പരട്ടുന്ന സമയത്ത് അവൾക്കൊരു സുഖം കാണും, അതെ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് ഭയങ്കര സങ്കടമില്ലേ ഉള്ളില്. ഉണ്ട്. അതുമല്ല, അവൾക്ക് അത് തൊടുമ്പോൾ ഒരു വഴുവഴുപ്പും ചോര വരുന്ന പോലെ, വെള്ളം വരുന്ന പോലെ. അതെ. നീ അത് തൊട്ടിട്ട് പറയും, കർത്താവ് എനിക്ക് എന്ത് ഇത്, അത് വലിയ അസുഖമാവോ, ദൈവമേ ഇത് ആകെ പ്രശ്നമാവോ. അവൾ ആ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അവൾ നിഷ്കളങ്കത അറിയാം. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത മാസം നമുക്ക്, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ കഴിയുമ്പോൾ നമുക്ക് ഈ സാക്ഷി കേൾക്കാം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി അപ്പ. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ബിന്ദു ഹരിലാൽ, കായംകുളത്തിൽ നിന്ന് കടന്നു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 സാക്ഷ്യവുമായാണ് ഈ സിസ്റ്റർ നിൽക്കുന്നത്. 2 സാക്ഷി പറയാനുണ്ട്. അതെ. അപ്പൊ ഈ സിസ്റ്ററിന് കുടുംബ സ്വത്തായിട്ട് കുറച്ച് വസ്തു ദൂരെയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ബ്രദറിനോട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് എഴുതുന്ന കാര്യം പറയുകയും ചെയ്തു. എന്നാൽ അവർ അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായമോ അതിനായിട്ടൊരു മുൻഗണനയോ എടുക്കാതിരുന്നപ്പോൾ ഈ സിസ്റ്ററെ കഴിഞ്ഞ വർഷം ഡയറി കിട്ടിയപ്പോൾ ആ ഡയറിയിൽ എഴുതി പ്രാർത്ഥിക്കുകയും അതിനകത്ത് ദിവസവും കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ബ്രദർ ഇങ്ങോട്ട് തന്നെ വന്നു. ആ വസ്തു തിരിച്ച് അവർക്ക് വേണ്ടുന്ന വസ്തു കൊടുക്കുകയും ആ വസ്തു കറക്റ്റായിട്ട് വേണമെങ്കിൽ 1.5 സെന്റ് സ്ഥലവും കൂടെ അതിനോട് വേണമായിരുന്നു, അതും കൂടെ ആഡാക്കി അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നാണ് സിസ്റ്റർ പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ വസ്തു ഒന്നും ആരും അപഹരിക്കത്തില്ലെന്ന് പറഞ്ഞേ, നിനക്കുള്ളതൊന്നും ആരും കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞേ. ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച്. ആരെങ്കിലും അപഹരിച്ചു എന്ന് തോന്നുന്നതെല്ലാം നിങ്ങളുടെ കൈകളിൽ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതെല്ലാം നിങ്ങളുടെ കൈകളിൽ മടങ്ങി വരട്ടെ. ഒന്ന് ചേർന്ന് കൈയടിച്ച് ഒരു നല്ല ആമേൻ പറഞ്ഞ് സന്തോഷത്തോട് പോയിട്ട് രണ്ടാമത്തെ സാക്ഷ്യം, ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. മോളുടെ സാക്ഷ്യമാണ്. മോളുടെ പേര് നന്ദന എന്നാണ്. മോള് +2-ന്. ഇയാളല്ല മൂത്തയാള്. നന്ദനയാണ് മൂത്തത്. 2 എക്സാം എഴുതാനായിട്ട് ഭയങ്കര ടഫായിരുന്നു. അത് ഫിസിക്സും കെമിസ്ട്രിയും ആയിരുന്നു. ആ മോൾ അത് ജയിക്കുമെന്ന് പോലും വിചാരിച്ചില്ല. എന്നാൽ ബ്രദറിനോട് വന്ന് പ്രാർത്ഥിച്ചു, അത് പോയി എഴുതി 70% മാർക്കോടെ നമ്മൾ ജയിക്കുകയും വലിയ കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ബാംഗ്ലൂരില് നഴ്സിംഗിന് പഠിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24 രാവിലെ 10:30 മുതൽ, സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25 രാവിലെ 10:30 മുതൽ, സ്ഥലം ടൗൺ ഹാൾ തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ, സ്ഥലം AJ ഹാൾ കുമാരപുരം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും കർത്താവിനെ അനുഭവിക്കാൻ കഴിയുന്നതും ഓരോ പ്രഭാതത്തിലും അത്ഭുതങ്ങളിൽ ജീവിക്കുവാൻ കഴിയുന്നതും ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നതും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗ്യപദവിയാണ് പ്രവാചകന്മാർ പണ്ട് കാലം മുതലേ പ്രവചിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ ആ കാലത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ എത്രത്തോളം ഞാനത് അനുഭവിക്കുന്നുവോ അത്രത്തോളം എൻ്റെ ലൈഫ് ദൈവത്തിൽ സന്തോഷിക്കുവാനായി തുടങ്ങും. ഹല്ലേലൂയ. എന്നോടൊപ്പം ആയിരിക്കുന്നവർ വിശ്വാസത്തോടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ, അതോടൊപ്പം തന്നെ സമാധാനമില്ല എന്ന് പറയുന്നവർ, ദൈവത്തെ ശരിയായ വിധത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ, നിങ്ങളുടെ ലൈഫിനെ നോക്കി വേദനയോടായിരിക്കാതെ കർത്താവിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ തക്കവണ്ണം കാതുകളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പോൾ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഒരു നീല നൈറ്റിയിട്ട ഒരു സിസ്റ്ററിനെ കാണാം, അതിനകത്ത് വെള്ള പുള്ളിയുണ്ട്.
സിസ്റ്റർ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവിൻ്റെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. യേശുവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ശരീരം പൊള്ളിയതിനെ തുടർന്ന് ഭാരത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. നിൻ്റെ കൃപയ്ക്കായി കയ്യിലൂടെ എന്തോ ചൂടുള്ള സാധനം വീണതാണ്. കൈകളിലാണ് ആ പ്രയാസമായിരിക്കുന്നത്. കൈകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. അതിൻ്റെ തീവ്രത കുറയട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്നു മുതൽ അത് ഉണങ്ങട്ടെ അപ്പാ. കർത്താവിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവോടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നതിനെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, കുഞ്ഞുങ്ങൾക്കായി ഭാരത്തോടായിരിക്കുന്ന കർത്താവെ അപ്പാ, കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവകൃപയിൽ പുതിയ തലമുറകൾ എഴുന്നേൽക്കട്ടെ അപ്പാ. കർത്താവിൻ്റെ സ്നേഹത്താൽ പണിയപ്പെടട്ടെ അപ്പാ. യേശുവെ, അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും നിറവിലായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.